ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ക്രിച്ചോഫ്സ് റൂൾസ്. Kirchhoff's circuit laws are two equations that addresses the conservation of energy and charge in the context of electrical circuits. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ കേസിൽ കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് കൺസർവേഷൻ ഓഫ് ചാർജ് ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത രണ്ട് ഇക്വേഷൻസ് ആണ് Kirchhoff's സർക്യൂട്ട് ലോസ് എന്ന് പറയുന്നത്. Kirchhoff's used George Ohm's work as a foundation to create Kirchhoff's current law, that is KCL, and Kirchhoff's voltage law KVL. ഓംസ് ലോ ബേസ് ചെയ്തിട്ട് അതിന്റെ ഫൗണ്ടേഷൻ വെച്ചുകൊണ്ടാണ് ക്രിച്ചോഫ്സ് ഈ രണ്ട് ലോയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓംസ് ലോ ഇസ് ഇമ്പോസിബിൾ ടു അനലൈസ് സം ക്ലോസ്ഡ് ലൂപ്പ് സർക്യൂട്ട്സ് ബൈ സിംപ്ലിഫൈങ് ആസ് എ സം ആൻഡ് ഓർ സീരീസ് ഓഫ് കോമ്പണൻസ്. ഇൻ ദീസ് കേസസ് ക്രിച്ചോഫ്സ് ലോസ് ക്യാൻ ബി യൂസ്ഡ്. ചില കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സിൽ, വോൾട്ടേജും റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സിൽ ഡയറക്റ്റ് ആയിട്ട് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയാണ്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിച്ചോഫ്സ് വോൾട്ടേജ് റൂളും കറണ്ട് റൂളും പഠിക്കുന്നത്. ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സിൽ കറണ്ട് കാണാനും അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് എല്ലാം കാണുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഓംസ് ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണാൻ കഴിയാതെ വരും. ആ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ക്രിച്ചോഫ്സ് റൂൾസ് അപ്ലൈ ചെയ്യുക. സോ രണ്ട് റൂളാണുള്ളത്. ഈ രണ്ട് റൂളും ഒന്ന് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്, ഒന്ന് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഓംസ് ലോ ബേസ് ചെയ്തിട്ടാണ് ഈ ലോസ് മുഴുവൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Kirchhoff's first rule is also known as junction rule. At any junction in an electrical circuit, the sum of the currents entering the junction is equal to the sum of the currents leaving the junction. This law is in accordance with the law of conservation of charge. ഒരു സർക്യൂട്ടിൽ, ഒരു ജംഗ്ഷനിൽ ഒരു സർക്യൂട്ട് ഉണ്ട്. അതിൽ സർക്യൂട്ടിൽ ഒരു ജംഗ്ഷൻ, ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിലേക്ക് എത്ര കറണ്ട് വരുന്നുവോ ആ കറണ്ടൊക്കെ ആ പോയിന്റിൽ നിന്ന് പോയിരിക്കും. അപ്പോൾ ഒരു പോയിന്റിലേക്ക് എത്ര കറണ്ട് വന്നുവോ ആ പോയിന്റിൽ അത്രയും കറണ്ട് പോയിരിക്കും. അത് മീൻസ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അവിടെ ചാർജുകൾ നശിക്കുന്നുവോ അല്ലെങ്കിൽ പുതിയ ചാർജ് ഉണ്ടാവുന്നുമില്ല, അല്ലെങ്കിൽ പറയാം കറണ്ട് നശിക്കുന്നുമില്ല, കറണ്ട് പുതിയതുണ്ടാവുന്നുമില്ല. വരുന്ന കറണ്ടൊക്കെ ഏതെങ്കിലും പോയിന്റിലൂടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഒരു പോയിന്റിൽ എപ്പോഴും എന്തായിരിക്കും, അത് ആൾജിബ്രിക് സം ഓഫ് ദി കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് കൺസെപ്റ്റ്. Kirchhoff's junction rule, also known as Kirchhoff's current law KCL or Kirchhoff's first law, Kirchhoff's point rule and Kirchhoff's nodal rule, is an accordance or application of the principle of conservation of electrical charge. Kirchhoff's first rule നെ ജംഗ്ഷൻ റൂൾ എന്ന് വിളിക്കാറുണ്ട്, അതുപോലെ പോയിന്റ് റൂൾ എന്ന് പറയാറുണ്ട്, ഫസ്റ്റ് ലോ എന്ന് പറയാറുണ്ട്, നോഡൽ റൂൾ എന്ന് പറയാറുണ്ട്. ഇതെല്ലാം വർക്കിംഗ് ഒറ്റ പേരാണ്, ദിസ് Kirchhoff's ഫസ്റ്റ് റൂൾ. ഈ Kirchhoff's ഫസ്റ്റ് റൂൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. ഈ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ചാർജ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് അല്ല. കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് സൈമൾട്ടേനിയസ്ലി ഇൻ പെയർസ്. ചാർജുകളെ ഉണ്ടാക്കാനും ചാർജുകളെ നശിപ്പിക്കാനും കഴിയും, പക്ഷെ പെയറായിട്ട് മാത്രം ഉണ്ടാക്കാനും പെയറായിട്ട് മാത്രം നശിപ്പിക്കാനും കഴിയുള്ളൂ. ആ ഒരു കോൺട്രവേഴ്ഷ്യൽ കൺസെപ്റ്റ് ഇവിടെ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. പക്ഷെ ഈ ഒരു കോൺടെക്സ്റ്റ് നമുക്ക് അത് ആവശ്യമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പോയിന്റിലേക്ക് എത്ര കറണ്ട് വരുന്നുവോ ആ കറണ്ട് ഒക്കെ ആ പോയിന്റിൽ നിന്ന് പോയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ആ പോയിന്റിൽ കറണ്ട് നശിക്കുന്നുവോ കറണ്ട് ഉണ്ടാവുന്നോ ഇല്ല. ദാറ്റ് മീൻസ് ദിസ് റൂൾ, ദാറ്റ് ഈസ് Kirchhoff's ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. The algebraic sum of the current in a network of conductors meeting at a point is equal to 0. ഇതാണ് Kirchhoff's ഫസ്റ്റ് റൂൾ. മൊത്തം കറണ്ടുകളുടെ ഒരു ആൾജിബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് എൻട്രിങ് കറണ്ട് പോസിറ്റീവ് ആക്കി എടുത്താൽ ലീവിങ് കറണ്ട് നെഗറ്റീവ് ആക്കി എടുക്കുക. നമ്മൾ അടുത്തൊരു കോൺടെക്സ്റ്റിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ Kirchhoff's ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഇതാണ്: ആൾജിബ്രിക് സം ഓഫ് കറണ്ട് ഇൻ എ നെറ്റ്വർക്ക് ഓഫ് എ കണ്ടക്ടർ മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് സിഗ്മ ഐ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് നമുക്കൊരു സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാം. സോ വി ഹാവ് എ പോയിന്റ്, ഒരു ജംഗ്ഷനിൽ ഒരു പോയിന്റ്, നമ്മളൊരു ജംഗ്ഷൻ എടുക്കുകയാണ്. ആ ജംഗ്ഷൻ എ എന്നൊരു ജംഗ്ഷനാണ്, ഒരു സർക്യൂട്ടിന്റെ ഒരു പാർട്ടാണത്. ഇതൊരു സർക്യൂട്ട് നമ്മളൊരു കട്ട് ചെയ്തെടുത്തൊരു പോർഷനാണ്. അപ്പോൾ എ എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലേക്ക് പല കറണ്ടുകൾ വരുന്നു, പല കറണ്ടുകൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന കറണ്ടുകളെ I1 എന്ന കറണ്ടും I3 എന്ന കറണ്ടും ജംഗ്ഷനിലേക്ക് എൻ്റർ ചെയ്യണം. അതേപോലെ I2, I5, I4 എന്ന കറണ്ട് ലീവ് ചെയ്യണം. അപ്പോൾ I1ഉം I3യും ജംഗ്ഷനിലേക്ക് വരുന്നു, I2, I4 and I5 ആ ജംഗ്ഷനിൽ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ എങ്ങനെയാണ് ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യാം? The current will be positive or negative depending on whether it is flowing towards or away from a junction.
അതായത് കറണ്ടിനെ പോസിറ്റീവ് ആക്കി നെഗറ്റീവ് ആക്കി എടുക്കുന്നത് വരുന്ന കറണ്ട് പോസിറ്റീവ് ആക്കി എടുക്കുകയാണെങ്കിൽ പോകുന്ന കറണ്ട് നെഗറ്റീവ് ആക്കി എടുക്കണം. അത് വൈസ് തിരിച്ചെടുത്താലും കുഴപ്പമില്ല. അതായത് വരുന്ന കറണ്ടിനെ പോസിറ്റീവ് ആക്കി എടുക്കുകയാണെങ്കിൽ പോകുന്ന കറണ്ട് നെഗറ്റീവ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. പോകുന്ന കറണ്ടിനെ പോസിറ്റീവ് ആക്കി എടുത്താൽ വരുന്ന കറണ്ട് നെഗറ്റീവ് ആക്കി എടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ജംഗ്ഷൻ എയിൽ ഫസ്റ്റ് റൂൾ ഓർ ജംഗ്ഷൻ റൂൾ ഓർ നോഡൽ റൂൾ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് റൂൾ I1 മൈനസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5 ഈക്വൽ ടു 0. അതായത് I1ഉം I3യും എൻട്രിങ് ആണ്, അതുകൊണ്ടാണ് പോസിറ്റീവ് ആക്കി എടുത്ത്. I2 I4 I5 ലീവിങ് ആണ്. അപ്പോൾ പോകുന്ന കറണ്ട് നെഗറ്റീവ് ആക്കി എടുത്തു, വരുന്ന കറണ്ട് പോസിറ്റീവ് ആക്കി എടുത്തു. പോകുന്ന കറണ്ടും വരുന്ന കറണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം 0 ആയിരിക്കും. ദ ആൾജിബ്രിക് സം ഓഫ് ദി കറണ്ട് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് 0. ഇതാണ് ക്രിച്ചോഫ്സിന്റെ നോഡൽ റൂൾ, ഫസ്റ്റ് റൂൾ ഓർ ജംഗ്ഷൻ റൂൾ. ഇറ്റ് സിംപ്ലി ബേസ്ഡ് ഓൺ ദ കൺസർവേഷൻ ഓഫ് ചാർജ്. അതിൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇത്? ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? I1 പ്ലസ് I3 ഈക്വൽ ടു I2 പ്ലസ് I4 പ്ലസ് I5. അതായത് വന്ന കറണ്ടിന് തുല്യമായിരിക്കും പോയ കറണ്ട്. അതായത് എത്ര കറണ്ട് വന്നു ആ കറണ്ട് എല്ലാം ഏതെങ്കിലും ബ്രാഞ്ചിലൂടെ പോയിട്ടുണ്ടാകും. ഒരിക്കലും ഒരു ജംഗ്ഷനിൽ കറണ്ട് നശിക്കുന്നില്ല, പുതിയ കറണ്ട് ഉണ്ടാവുന്നുമില്ല. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ ഇത് ആണ് ജംഗ്ഷൻ റൂൾ, നോഡൽ റൂൾ ഓർ പോയിന്റ് റൂൾ ഓർ കൺസർവേഷൻ ഓഫ് ചാർജ് ഓർ ഫസ്റ്റ് കിർച്ചോഫ്സ് ലോ. ഇനി നമ്മളിത് സർക്യൂട്ടിൽ നോക്കാം. സർക്യൂട്ടിൽ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇതിലിപ്പോൾ ABCDEF ഇങ്ങനെ ഒരുപാട് ജംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ A എന്നൊരു ജംഗ്ഷൻ എടുക്കുകയാണ്, അറ്റ് ജംഗ്ഷൻ A. അപ്പോൾ എയിൽ എങ്ങനെയാണ് ലോ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ എയിൽ I3 എന്ന കറണ്ട് വരികയാണ്, I1 I2 പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? വരുന്ന കറണ്ട് പോസിറ്റീവ് ആക്കി എടുക്കുക, പോകുന്ന കറണ്ട് നെഗറ്റീവ് ആക്കി എടുക്കുക. സോ ഇക്വേഷൻ ബിക്കം മൈനസ് I1 മൈനസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് I1ഉം I2ഉം പോകുന്ന കറണ്ടാണ്, ദാറ്റ് ഇസ് നെഗറ്റീവ്. I3 വരുന്ന കറണ്ടാണ്, സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. സോ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? I1 പ്ലസ് I2 ഈക്വൽ ടു I3. സോ ഇതാണ് സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. ഈ റൂളിനാണ് കിർച്ചോഫ്സ് ഫസ്റ്റ് റൂൾ എന്ന് പറയുക, ജംഗ്ഷൻ റൂൾ, നോഡൽ റൂൾ എന്നെല്ലാം വിളിക്കും. അപ്പോൾ ഫസ്റ്റ് റൂൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് B എന്ന പോയിന്റിൽ CDEF എല്ലാ പോയിന്റിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്യൂട്ടിൽ ഏത് ജംഗ്ഷനിലാണോ ആ ജംഗ്ഷനിലൊക്കെ നമുക്ക് ഈ ലോ റൂൾ ഇതുപോലെ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. എത്ര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് ആണെങ്കിലും ജംഗ്ഷൻ റൂൾ കാണാൻ വളരെ സിമ്പിൾ ആണ്. വരുന്ന കറണ്ട് പോസിറ്റീവ് ആക്കി എടുക്കുക, പോകുന്ന കറണ്ട് നെഗറ്റീവ് ആക്കി എടുക്കുക. Kirchhoff's first rule is an application of the principle of conservation of electric charges. Kirchhoff's first rule എന്ന് പറയുന്നത് application of principle of conservation of electric charge ആണ്. So second one, Kirchhoff's voltage rule or Kirchhoff's second rule. Second rule is also known as loop rule or mesh rule. അപ്പോൾ സെക്കൻഡ് റൂളിനെ ലൂപ്പ് റൂൾ എന്നും മെഷ് റൂൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് കിർച്ചോഫ്സ് വോൾട്ടേജ് റൂൾ. അപ്പോൾ ഈ കിർച്ചോഫ്സ് വോൾട്ടേജ് റൂളിനെയാണ് കിർച്ചോഫ് സെക്കൻഡ് റൂൾ, ലൂപ്പ് റൂൾ ഓർ മെഷ് റൂൾ. കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ, otherwise known as Kirchhoff's voltage law, this is KVL, Kirchhoff's mesh rule, Kirchhoff's second law or Kirchhoff's second rule is based on the principle of conservation of energy. അപ്പോൾ ഫസ്റ്റ് കേസ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്, ഇവിടെ കൺസർവേഷൻ ഓഫ് എനർജി ബേസ്ഡ് ആണ്. Kirchhoff's loop rule states that the sum of the EMF values in any closed loop is equal to the sum of the potential drops in the loop. അതായത് നമ്മൾ കൊടുക്കുന്ന ബാറ്ററി ഒരു 10 വോൾട്ട് ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത ബാറ്ററിയുടെ വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് കൊടുക്കുന്ന വോൾട്ടേജ് കിട്ടുന്ന വോൾട്ടേജിന് തുല്യമായിരിക്കും. വോൾട്ടേജ് നശിക്കുന്നോ വോൾട്ടേജ് ഉണ്ടാവുന്നോ ഇല്ല. അതാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയാൻ കാരണം. The algebraic sum of the changes in potential around any closed loop involving resistors and cells in the loop is 0. നമ്മൾ algebraic sum of the current എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇവിടെ algebraic sum of change in potential around a closed loop involving resistance cells അതാണ് 0. നമ്മൾ സർക്യൂട്ടിലേക്ക് വരുമ്പോഴാണ് ആ ഇക്വേഷൻ കുറച്ചുകൂടി മനസ്സിലാവുക. Another equivalent statement is that the algebraic sum of the product of resistance of conductors and current in them in a closed loop is equal to the total electromotive force available in that loop. Mathematically, Kirchhoff's loop rule can be represented as a sum of voltage in a circuit, which is equated with 0. That is, sigma V equal to 0. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ the product of current and resistance എന്ന് പറഞ്ഞാൽ അത് വോൾട്ടേജ് ആൻഡ് ഓംസ് ലോ V equal to IR. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഈ രീതിയിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് അതിന് ബ്രീഫായിട്ട് നമുക്ക് പറയാം സിഗ്മ V equal to 0. Kirchhoff's voltage rule or Kirchhoff's mesh rule, loop rule, second law. അപ്പോൾ ഈ റൂൾ നമ്മൾ ഒരു സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഹിയർ ഇസ് എ സർക്യൂട്ട്.
അപ്പോൾ നമുക്ക് 2 ബാറ്ററി ഉണ്ട്, 4 റെസിസ്റ്റൻസും ഉണ്ട്. സോ വി ഹാവ് ജംഗ്ഷൻസ് എ എന്നൊരു ജംഗ്ഷൻ ആണ്, ബി വേറൊരു ജംഗ്ഷൻ, സി ഡി ഇ എഫ്, അങ്ങനെ 6 ജംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ബാറ്ററിയിൽ നിന്ന് കറണ്ട് വരയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കുക 45 വോൾട്ടെന്നും 80 വോൾട്ടെന്നും പോസിറ്റീവ് ടെർമിനലിലാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കറണ്ട് സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവിലാണ് എൻഡ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് കറണ്ടാണ് ഒരു ബാറ്ററിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ കറണ്ടാണ് ആ ബാറ്ററിയിലേക്ക് തിരിച്ചെത്തേണ്ടത്. അപ്പോൾ I1 എന്ന കറണ്ട് 80 വോൾട്ടെന്നും I2 എന്ന കറണ്ട് 45 വോൾട്ടെന്നും സ്റ്റാർട്ട് ചെയ്തു, അതേ കറണ്ട് അതിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 ohm 40 ohമിൽ I2 ആണ് ഒഴുകുന്നത്, പക്ഷെ 30 ohമിൽ I1ഉം I2 ഉണ്ട്. ബാക്കി എല്ലാത്തിലും ഒരു കറണ്ടേ ഉള്ളൂ. 1 ohമിൽ I2, 40 ohമിൽ I2, 10 ohമിൽ I1, ബട്ട് 30 ohമിൽ 2 കറണ്ട് കൂടി ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് ആദ്യം മാർക്ക് ചെയ്യാം, I1 പ്ലസ് I2. അപ്പോൾ I3 എന്ന് കൊടുത്തു. ഇവിടെ I2, ഇവിടെ I2, കാരണം I2 എന്ന കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്ത് I1 10 ohമിലൂടെ. അപ്പോൾ ഇവിടെ I3, I2, I2, I1, അതായത് 4 കറണ്ടാണ് ഉള്ളത്. അപ്പോൾ കറണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ റെസിസ്റ്റൻസിലൂടെ ഒഴുകിയ കറണ്ടാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് I3, I2, I1. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് I3 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, I2 പ്ലസ് I1 തന്നെ കൊടുക്കുക. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ അൺനോൺ വേരിയബിൾസിന്റെ എണ്ണം കൂടിയാൽ ഇക്വേഷൻ എണ്ണം കൂടേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് I3 എന്ന് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി പ്രോബ്ലം എങ്ങനെയാണ് ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ കറണ്ട് ത്രൂ 30 ohm ചോദിക്കും. അപ്പോൾ നമുക്ക് കാണേണ്ടത് I1, I2 എന്ന ടേംസിൽ എഴുതി കഴിഞ്ഞാൽ അൺനോൺ വേരിയബിൾസ് 2 ആയിട്ട് ചുരുങ്ങും. അപ്പോൾ ഇക്വേഷൻ 2 മതി. നേരെ മറിച്ച് ഇവിടെ 3 അൺനോൺ വേരിയബിൾസ് ആകുമ്പോൾ 3 ഇക്വേഷൻസ് വേണം സോൾവ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മാക്സിമം കറണ്ടിന്റെ എണ്ണം കുറച്ച് ചെയ്യാൻ പഠിക്കുക. ഇനി നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് സ്റ്റാർട്ട് ചെയ്യും, ഏത് കറണ്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ കറണ്ട് ബാറ്ററിയിലേക്ക് തിരിച്ചു വരും. ക്ലിയർ? അപ്പോൾ നമ്മൾ കറണ്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് റൂൾ ഒന്ന് ജസ്റ്റ് നോക്കാം. ആൽജിബ്രിക് സം ഓഫ് ദി ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ അറൌണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഇൻവോൾവിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽ ഇൻ ദ ലൂപ്പ് ഈസ് 0 എന്നാണ്. അപ്പോൾ വോൾട്ടേജ് കാണണമെങ്കിൽ നമുക്കറിയാം ഓംസിൽ V = IR ആണ്. അപ്പോൾ ഇവിടെ കറണ്ടും കിട്ടിയിട്ട് റെസിസ്റ്റൻസും കിട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും വോൾട്ടേജ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ലൂപ്പ് ABEF ആണ്. അപ്പൊ ലൂപ്പ് നോക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എല്ലാ കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. സോ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് I1ലെ കറണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി തിരിച്ചിങ്ങനെ വരും. ഇതാണ് കറണ്ട് I1 ഡയറക്ഷൻ. അപ്പൊ ഇതാണ് I1 എന്ന കറണ്ട് ഡയറക്ഷൻ. ഇനി I2 ആണെങ്കിലോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ I2 ഇങ്ങനെയാണ് പോകുന്നത്. സോ ദിസ് ഇസ് ഡയറക്ഷൻ ഓഫ് I2. ഇനി I3 എന്ന് പറയുന്നത് I1 പ്ലസ് I2 രണ്ടും ഈ ഡയറക്ഷനിലാണ് പോവുക. അപ്പൊ ഈ ആരോ കാണിച്ചിരിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻസ് ആണ്. ദീസ് ആരോസ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ ഇത് I3 എന്ന കറണ്ട് ഡയറക്ഷൻ ആണ്, ഇത് I2 എന്ന കറണ്ട്. അപ്പോൾ ഇവിടെ I2 ഇങ്ങനെയാണ് ഒഴുകുന്നത്, ഇത് I1 ഇങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഇത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. ഇനി നമുക്ക് എടുക്കുന്ന ലൂപ്പ് ABEFA എന്ന ലൂപ്പാണ്. സോ ദിസ് ഇസ് എ ലൂപ്പ്. A എന്ന് തുടങ്ങി, BEFA. അപ്പൊ ഇതാണ് ലൂപ്പ്. ഈ ലൂപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ലൂപ്പിന് ഡയറക്ഷൻ വരച്ചു, കറണ്ട് ഡയറക്ഷൻ വരച്ചു. അപ്പൊ ലൂപ്പ് ഈ ബ്ലാക്ക് ഇൻഡിക്കേറ്റ് ലൂപ്പിന് ഡയറക്ഷൻ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ AFEBA എന്ന് എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ ഇഷ്ടം ഒരു ലൂപ്പ് എടുക്കലാണ്. അപ്പൊ നമ്മളിപ്പോ ABEFA എന്ന ലൂപ്പ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ലൂപ്പിൽ എങ്ങനെയാണ് ഈ റൂൾ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ ഈ ഇക്വേഷൻ വരുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് A എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഈ റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 ohm ആണ്. 40 ohമിലൂടെ ഒഴുകുന്ന കറണ്ട് I2 ആണ്. നമ്മൾ പ്രൊഡക്റ്റ് കണ്ടു, കാരണം വോൾട്ടേജ് കാണുന്ന കറണ്ടിന്റെ റെസിസ്റ്റൻസ്. സോ 40 I2. ഇത് മൈനസ് ആവാനുള്ള കാരണം ലൂപ്പ് പോകുന്നത് റൈറ്റിലേക്കാണ്, കറണ്ട് പോകുന്നത് ലെഫ്റ്റിലേക്കാണ്. ലൂപ്പിന്റെ ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും സെയിം ആണെങ്കിൽ പോസിറ്റീവ്, ലൂപ്പും കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ലൂപ്പ് റൈറ്റിലേക്കാണ്, കറണ്ട് ലെഫ്റ്റിലേക്കാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് മൈനസ് വരാൻ കാരണം. സോ 40 I2. ഇനി നമ്മൾ B ഇങ്ങനെ പോകുമ്പോൾ അടുത്ത റെസിസ്റ്റൻസ് 1 ആണ്. സോ പ്രൊഡക്റ്റ് 1 I2. സോ ദാറ്റ് ഇസ് I2 അതും നെഗറ്റീവ് ആവാനുള്ള കാരണം ലൂപ്പ് പോകുന്നത് ഇങ്ങനെയാണ്, കറണ്ട് പോകുന്നത് ഓപ്പോസിറ്റ് ആണ്. സോ അതും നെഗറ്റീവായി. ഇനി ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം റെസിസ്റ്റൻസ് മുഴുവൻ കണ്ട് ബാറ്ററിയിലേക്ക് വരാം. അപ്പൊ ഈ 2 റെസിസ്റ്റൻസും കഴിഞ്ഞു. ഇനി ഈ ലൂപ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തുന്നത് ഇവിടെയാണ് 10. സോ പ്രൊഡക്റ്റ് 10 I1. അപ്പൊ 10 I1 എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കാം. കറണ്ട് ഇങ്ങനെയാണ്, ലെഫ്റ്റിലേക്കാണ്, ലൂപ്പും ലെഫ്റ്റിലേക്കാണ്, രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ഈ കറണ്ട് നെഗറ്റീവ് ആകാൻ കാരണം കറണ്ടും ലൂപ്പ് ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെഗറ്റീവായി. ഇവിടെ കറണ്ടും ലൂപ്പ് ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് പോസിറ്റീവായി.
ഇനി ചെയ്യേണ്ടത് ബാറ്ററി, 2 ബാറ്ററി. ഇപ്പോൾ റെസിസ്റ്റൻസ് മുഴുവൻ കഴിഞ്ഞു, ഇനി ബാറ്ററിയാണ്. ബാറ്ററി എടുക്കുമ്പോൾ ശരിക്കും വോൾട്ടേജ് എടുക്കുന്നത് നമ്മൾ ഇക്വേഷൻസ് പല രീതിയിലുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, എളുപ്പത്തിൽ മനസ്സിലാക്കാം. ബിന്ന് ഇങ്ങനെ വരുമ്പോൾ ആദ്യം കാണുന്ന ആരെയാ? പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് പോസിറ്റീവ്. അപ്പോൾ ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യലിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് പ്ലസ് പോസിറ്റീവ് 45. ഇനി ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വന്നപ്പോൾ ആദ്യം ആരെയെ കാണുന്നത്? നെഗറ്റീവ് ആണ് കാണുന്നത്. ഫസ്റ്റ് ദറ്റ് ഇസ് നെഗറ്റീവ് ടു പോസിറ്റീവിലേക്ക് മൂവ്. അപ്പോൾ ആദ്യം കാണുന്നത് നെഗറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. ഈ ഒരു കൺസെപ്റ്റ് ഇത് ശരിക്കും ഒരു നോർമലി നമ്മൾ ഇക്വേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. ശരിക്കും തിയറി ഇങ്ങനെയല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ ഇങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കിയാൽ മതി. അതായത് റെസിസ്റ്റൻസ് കഴിഞ്ഞ് ഇനി EMF കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് ബാറ്ററി ഇതാണ്. അപ്പോൾ നമ്മൾ ബിന്ന് ഇങ്ങനെ ആദ്യം വരുമ്പോൾ ആരെയും ആദ്യം കാണുന്നത്? പോസിറ്റീവ് ടേമിൽ, ബാറ്ററിന്റെ പോസിറ്റീവ് ടേമിൽ ആദ്യം കാണുന്നത്. സോ അത് പോസിറ്റീവ് ആക്കി എടുത്തു. ഇനി നേരെ വന്നപ്പോൾ ആദ്യം കാണുന്നത് നെഗറ്റീവ് ടേമിൽ, അപ്പോൾ മൈനസ് എടുത്തു. അപ്പോൾ ഇതൊരു ലൂപ്പിന്റെ ഇക്വേഷൻ ആയി കഴിഞ്ഞു. ഇത് നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ലൂപ്പിലേക്ക് പോവാം. അടുത്ത ലൂപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലൂപ്പ് BCDEB. സോ BCDEB ഇതാണ് ലൂപ്പ്. BCDEB എന്ന ലൂപ്പ്. അപ്പോൾ നമുക്ക് ലൂപ്പിന്റെ ഡയറക്ഷൻ വരച്ചു. ഇപ്പോൾ ലൂപ്പ് ഇങ്ങനെയാണ് ഡയറക്ഷൻ വരച്ച്. ലൂപ്പ് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം കേട്ടോ. BEDC എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലൂപ്പ് എടുക്കാം, അല്ലെങ്കിൽ DEBCED എന്നോ അങ്ങനെയൊക്കെ ലൂപ്പ് എടുക്കാം. നമ്മുടെ കൺവീനിയൻസ് ലൂപ്പ് എടുക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ 3 റെസിസ്റ്റൻസ്, ഒരു ബാറ്ററിയാണ് ഉള്ളത്. അപ്പോൾ ഇക്വേഷൻ നോക്കാം. ഫസ്റ്റ് ഈ +30 I3 എന്നാവാൻ കാരണം ലൂപ്പിന്റെ ഡയറക്ഷനും കറണ്ടും സെയിം ഡയറക്ഷനാണ്, ഒരേ ഡയറക്ഷനാണ്. സോ ബോത്ത് ഹാവ് സെയിം ഡയറക്ഷൻ. സോ ഇറ്റ് ബിക്കം പോസിറ്റീവ്. അത് കഴിഞ്ഞ് നേരെ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ I2 അതായത് 1 I2 എന്ന് പറയുമ്പോൾ രണ്ടും ലൂപ്പ് പോകുന്നത് ഇതാണ് ലൂപ്പ്. കറണ്ടും സെയിം ആണ്. അപ്പോൾ ലൂപ്പും കറണ്ടും സെയിം ആയതുകൊണ്ട് ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. പിന്നെ ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ എന്താണ്? 40 ആണ്. കറണ്ട് എത്രയാണ്? I2 ആണ്. അപ്പോൾ 40 I2 ആകുമ്പോൾ കറണ്ടും ലൂപ്പും സെയിം ഡയറക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് 40 I2. ഇനി നമുക്ക് ബാറ്ററി നോക്കാം. ഇവിടെ ഒരു ബാറ്ററി ഇല്ല, ഇവിടെ ഒന്നും ബാറ്ററി ഇല്ല. ഇവിടെ എത്തി. അപ്പോൾ ആദ്യം ബാറ്ററി നെഗറ്റീവ് ടെർമിനൽ കഴിഞ്ഞിട്ട് പോകും. കാരണം ഇവിടെ നിന്ന് ബി എന്നല്ല സ്റ്റാർട്ട് ചെയ്ത് ബി സിയിലേക്ക് പോയി, ഡിയിലേക്ക് പോയി, ഇയിലേക്ക് പോയി. ഇന്ന് ബിയിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ആരെയെ കാണുന്നത്? നെഗറ്റീവിനെ കാണുന്നു. സോ ഇറ്റ് ഈസ് -45. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ലൂപ്പ് എടുക്കുമ്പോൾ ഈ ലൂപ്പിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. അതേപോലെ ഈ ലൂപ്പ് എടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട. രണ്ടും സെപ്പറേറ്റ് ലൂപ്പാണ്. ഇനി അതേപോലെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് I1 I2 ആണ്. ഇത് I3 ഇവിടെ ഉണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു I3 എടുക്കേണ്ട. I1 + I2 ആണെങ്കിൽ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുമായിരുന്നു. പക്ഷെ നമുക്കൊരു I3 വന്നുകൊണ്ട് ഒരു ഇക്വേഷൻ കൂടി വേണം. അപ്പോൾ നമുക്ക് ഒരു ലൂപ്പ് കൂടി എടുക്കാം. സോ നെക്സ്റ്റ് ലൂപ്പ് ACDFA. ACDFA ഇത് വേറൊരു ലൂപ്പാണ്. അപ്പോൾ ലൂപ്പിന്റെ ഡയറക്ഷൻ ബ്ലാക്കിൽ വരച്ചു, ഗ്രീൻ ആണ് കറണ്ട് ഡയറക്ഷൻ. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ലൂപ്പ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 റെസിസ്റ്റൻസും ഒരു ബാറ്ററി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നോക്കാം, ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നോക്കൂ, കറണ്ടും ലൂപ്പും ഒരേ ഡയറക്ഷൻ ആണ്. സോ ഇറ്റ് ഈസ് +30. അതിലൂടെ കറണ്ട് പ്രൊഡക്റ്റ്, അതിലൂടെ 30 Ω, അതിലൂടെ ഒഴുകുന്ന കറണ്ട് I3. സോ 30 I3. പോസിറ്റീവ് ആകാൻ കാരണം 2 ഒരു ഡയറക്ഷനാണ്. ഇങ്ങനെ വന്നു. ഇവിടെയും 2 ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ 10 I1 പ്ലസ് ആയി. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് എങ്ങനെ വന്നു? ബാറ്ററി ഒന്നുമില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് കഴിഞ്ഞിട്ട് ആ പോസിറ്റീവിലേക്ക് പോകുന്നത്. കാരണം എന്ന് തുടങ്ങി സിയിലേക്ക് പോയി ഡിയിലേക്ക് വന്ന് എഫിലേക്ക് വന്ന് ഇങ്ങനെ പോകുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് നെഗറ്റീവ് ആണ്. സോ -80 വോൾട്ട് = 0. അപ്പൊ ഇങ്ങനെയാണ് ക്രിർച്ചോഫ്സിന്റെ റൂൾസ് എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ സർക്യൂട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇനി സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് ചെയ്യാം? I1-ന്റെയും I2-ന്റെയും I3-ന്റെയും വാല്യൂസ് കാണാം. അതാണ് ശരിക്കും ഈ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യാ ചോദിക്കുന്നത്. നോർമലി സ്റ്റേറ്റുകാർക്ക് വളരെ സിമ്പിൾ സർക്യൂട്ട്സേ വരുള്ളൂ. CBSE സ്റ്റുഡൻസിന് 3 മാർക്കിന് ഇതിനെ എക്സ്പെക്ട് ചെയ്യാണ്ട് ക്വസ്റ്റ്യൻസ്. അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക്കിന് പോവാം. കാരണം ഇത് ഒരു സർക്യൂട്ട് കൂടി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തിയറി കുറച്ചുകൂടി കംപ്ലീറ്റ് ആയി മനസ്സിലാവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സർക്യൂട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ലൂപ്പ് റൂൾ പല മെത്തേഡ്സിൽ ലൂപ്പ് റൂൾ എടുക്കാറുണ്ട്. ചിലർ ഈക്വേഷൻസ് ഇത് എഴുതി ഈക്വൽ ടു എഴുതിയിട്ട് EMF എഴുതും. അപ്പോൾ എങ്ങനെ എഴുതാലും ഏത് കൺസെപ്റ്റ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഇത് ഫോളോ ചെയ്യുക, അല്ലാതെ പകുതി ഈ ഇക്വേഷനും പകുതി ആ ഇക്വേഷനും ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് ലൂപ്പ് റൂളും ജംഗ്ഷൻ റൂളും. ഈ 2 റൂൾ വെച്ച് നമുക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട്സ് ആണെങ്കിലും ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റൂൾസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്തിട്ട് കറണ്ട് കാണാൻ കഴിയും. So hope these concepts are very clear to you. Thank you for watching. Thank you.